ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് കുറച്ച് ചുണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഒരു തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കൂട്ടാൻ വയ്ക്കുന്നത്. എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് പറയാനറിയില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കുകയാണ്. കേട്ടറിവ് വെച്ചിട്ടാണ്. ഇതിൻ്റെ ഈ ഓരോ കായയും ഇങ്ങനെ പൊട്ടിച്ച് അതിനകത്ത് കുരുക്കളുണ്ട്. അത് കളഞ്ഞിട്ട് ഇതിൻ്റെ ഈ തോടാണ് കൂട്ടാൻ വയ്ക്കുന്നത് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനതനുസരിച്ച് ഇത് വെള്ളത്തിലേക്കിട്ട് അതിൻ്റെ ഈ കുരു പൊട്ടിച്ച് നോക്കട്ടെ, അതിലെ കുരു കളയാമോ എന്ന്. ഞാനിത് കത്തി കൊണ്ട് മുറിച്ചു. എന്നിട്ട് അതിനകത്ത് ഇതുപോലെ ചെറിയ ചെറിയ കുരുക്കളുണ്ട്. അതിനെ ഇങ്ങനെ കളഞ്ഞെടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇതധികം മൂക്കാത്തത് കൊണ്ട്, പക്ഷേ ഇതാ ഇത് കണ്ടോ, അധികം അങ്ങനെയില്ല. അപ്പം തീരെ മൂക്കാത്തതിൻ്റേത് അങ്ങനെ തന്നെ അരിഞ്ഞിടാമെന്ന് വിചാരിക്കുന്നു. അതിങ്ങനെ വെള്ളത്തിലിട്ടെടുക്കുമ്പോൾ അതിൻ്റെ ചെറിയ കറ പോലെയുള്ളത് പോകുമായിരിക്കും. ഇതിനെ വെള്ളത്തിലിട്ട് ഇതുപോലെ നല്ലപോലെ കഴുകുമ്പോൾ അതിൻ്റെ ഇത് പോയി കിട്ടും. അങ്ങനെ ഇതിൻ്റെ തോട് ചെറുതായിട്ട് അരിഞ്ഞ് തോരൻ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഓരോന്നായിട്ട് ചെയ്യുന്നത് വളരെ ഒരു മെനക്കെട്ട പരിപാടിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിലിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് അതിനെ വെള്ളത്തിലിട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, വെള്ളത്തിൽ കഴുകി എടുത്തപ്പോഴത്തേക്കും ഇത്രയധികം കുരു അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ ഒന്നുകൂടെ കഴുകിയെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് മുറിച്ചിട്ടിട്ട് നല്ലപോലെ വെള്ളത്തിൽ ഇങ്ങനെ തിരുമ്മി കഴുകി അതിൻ്റെ കുരു എല്ലാം കളയണം. എന്നിട്ട് അതിനെ എടുത്ത് ഇതേപോലെ എടുത്തിട്ട് തോരൻ വയ്ക്കണം. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കുമെന്ന് തോന്നുന്നു. കാരണവന്മാർ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊരു മെനക്കെട്ട പരിപാടി തന്നെയാണ്. എന്നാലും നോക്കാം എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണ്ടേ. കഴുകി വൃത്തിയാക്കി കിട്ടിയ മുതൽ അത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതൊരു 4 പേർക്ക് കഴിക്കാനുണ്ടാകും. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, തേങ്ങ, പച്ചമുളക്, നല്ല പച്ചമുളക് ഇല്ലായിരുന്നു, കാന്താരി പിന്നെ ഇടണ്ടെന്ന് വിചാരിച്ചു. അതിനാൽ കുറച്ച് മുളക് പൊടി, ജീരകം, വെളുത്തുള്ളി, ഉള്ളി, കറിവേപ്പില, നമ്മുടെ താരം ചുണ്ടയ്ക്ക, ഉപ്പ്, ഇവയെല്ലാം കൂടെ കൂട്ടിത്തിരുമ്മി ഒന്ന് വേവിച്ചെടുത്ത് വരാം. ഞാൻ എളുപ്പ വഴി ക്രിയ ചെയ്തു.